അങ്ങനെ വീണ്ടും ഒരു കോഴിക്കോട്ടെ. ഞാൻ മലപ്പുറത്തുള്ളതാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ഫുള്ളുള്ളത് കോഴിക്കോടാണ്. അപ്പോൾ എന്ത് പരിപാടി വെച്ചാലും ഞാൻ കോഴിക്കോടത്തിൽ നിർബന്ധമാണ്. അങ്ങനെ 2.5 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കുടിക്കാത്തതിനാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു സോഡ സർബത്തും ജൂനിയൊരു മിൽക്ക് സർബത്തുമാണ് പറഞ്ഞത്. അങ്ങനെ അതും കുടിച്ച് നേരെ ഞങ്ങൾ വിട്ടു. എന്തിനാന്നല്ലേ പറഞ്ഞു തരാം. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കാരണം പുതിയ കണ്ണടയാണ്, പുതിയ സൺഗ്ലാസ് വാങ്ങിയതിൻ്റെ ഒരു ഷോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട്? എനിക്ക് ചേരുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ പാർട്ടി സമ്മേളനത്തിന് വന്നതാണെന്ന്. പക്ഷെ അതല്ല. ഇത് ഞങ്ങളെ കൂട്ടത്തിൽ വിവാഹിതരാകാൻ പോകുന്ന ഷെയർക്കാക്ക് ഒരു ഗ്രൂപ്പ് ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നേ, എല്ലാവരും വൈറ്റിട്ടിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി. കേക്ക് ബാൻചോ കേക്കായിരുന്നു വാങ്ങിയത്. അങ്ങനെ അതും വാങ്ങിയതാ. ഷെയർക്കാക്ക് മറ്റേ ഗ്രൂപ്പ് ട്യൂബിൻ്റെ ബാഡ്ജൊക്കെ ഇട്ട് കൊടുത്ത് ചെക്കൻ്റെ ഫുൾ നാടായത് ഗൈസ്. പിന്നെ ഞങ്ങൾ ഗ്രൂമിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ സെക്ഷനിലേക്ക് കടന്ന് അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഗ്യാതറിങ് എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ അതും ബീച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോയി. അങ്ങനെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് ബീച്ച് ഒരു വേറൊരു വൈബിലായിരുന്നു ബീച്ച് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്ക് ഉണ്ടായിരുന്നു കട്ട് ചെയ്യാൻ. അങ്ങനെ കേക്കും കട്ട് ചെയ്ത് എല്ലാവരും കൂടിയിട്ട് ഷെയറിന് എല്ലാവരും പാട്ടൊക്കെ പാടി ഷെയറിൻ്റെ പേര് കല്യാണത്തിൻ്റെ വർക്കേറ്റൊക്കെ സ്ട്രെസ്സൊക്കെ മറന്ന് ഞങ്ങൾ കുറച്ച് ടൈം ചെക്കനൊന്ന് ഹാപ്പി ആക്കാന്നുള്ള മൂഡിലാണ് ഞങ്ങൾ ഈ പരിപാടിനെ വന്നിട്ടത്. അങ്ങനെ ഫുൾ ചെക്കനെ ഹാപ്പിയാക്കി ഞങ്ങളെല്ലാവരും ഹാപ്പി. ചെക്കൻ ഹാപ്പി ആകുമ്പോൾ പിന്നെ ഞങ്ങളെ ഹാപ്പി ആയിരിക്കും. അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വിട്ടു. കാരണം കോഴിക്കോട് നിന്നിട്ടൊരു ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ കോഴിക്കോടിനാണ് ചീത്തപ്പേര്. അതും മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ചായയും ബാക്കിയുള്ളവർ പിന്നെ ഞാൻ ആസ് യൂഷ്വൽ ചായയാണ്, എനിക്ക് ചായ പറ്റും. ഐ എം എ ടീ പേഴ്സൺ. അതും കഴിഞ്ഞ് ബാക്കിയുള്ളവർ കുറച്ച് ചായയും വെള്ളമൊക്കെ ആയിട്ട് കുടിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയി ഇത് എവിടേക്കറിയോ കറങ്ങണ ഊഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ? ഇങ്ങനെ യന്ത്ര ഊഞ്ഞാൽ കയറാതില്ലതിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ രസമല്ലേ ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യന്ത്ര ഊഞ്ഞാൽ കയറാന്ന് പറഞ്ഞിട്ടാണ് പോണത്. പക്ഷേ യന്ത്ര ഊഞ്ഞാലിലെടുത്തെത്തിയപ്പോൾ എല്ലാവരും മുട്ടിറക്കാൻ തുടങ്ങി. യന്ത്ര ഊഞ്ഞാൽ വേണ്ട നമുക്ക് തോണിയാക്കാൻ കാരണം യന്ത്ര ഊഞ്ഞാലാകുമ്പോൾ ഓരോ കൂടായിട്ടാണല്ലോ. അതായത് ആകെ 3 ആൾക്കാർക്ക് ഒരു കൂട്ടിൽ കയറാൻ കഴിയുണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പിന്നെ വേറെ കൂട്ടിൽ കയറണ്ടേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാവരും മുഖം കാണാനും ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ തോണിയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒപ്പം ഇരിക്കുകയും ചെയ്യാം, കാണും ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. തോണിയിൽ കയറാൻ പറഞ്ഞിട്ട് ഞങ്ങൾ തോണിയിൽ കയറി. അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മെമ്മറബിൾ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി. കാരണം തീരെ പ്ലാൻഡ് ആക്കാത്തൊരു സാധനമായിരുന്നു തോണിയിലുള്ള യാത്ര. അങ്ങനെ ഇടയ്ക്ക് നമുക്ക് തോന്നുമല്ലോ നമ്മൾ പ്ലാൻഡ് ആക്കിയതിനേക്കാൾ നമുക്ക് എന്തുകൊണ്ടും അടിപൊളിയായി തോന്നുക. നമുക്ക് തീരെ എക്സ്പെക്റ്റഡ് ആക്കാത്ത സംഭവങ്ങളായിരിക്കും. അങ്ങനെ ഇത് പിന്നെ ഞങ്ങൾ നേരെ ഷവർമയും കഴിച്ച് നേരെ വീട്ടിൽ കിട്ടും.